നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെയുള്ള പല ആരോപണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം സുധിച്ചേട്ടന്റെ മകൻ കിച്ചു രംഗത്തെത്തിയത്. ഈ ആരോപണങ്ങൾ സ്വന്തം യൂട്യൂബില് ലൈവ് വീഡിയോയില് ആണ് കിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കിച്ചു പറയുകയുണ്ടായി. കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയവും വൈറലുമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് എത്തിയ വീണ പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം തള്ളിയിട്ടാണ് കിച്ചു എത്തിയത്. അച്ഛനെ വലിയ രീതിയിൽ കരിവാരി തേക്കുന്നു എന്ന രീതിയിലാണ് വീണ സംസാരിക്കുന്നവർ പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ള രീതിയിൽ കിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ തനിക്കെതിരെ വന്ന കള്ളു കുടിച്ചു, വണ്ടി ഓടിച്ചു, തനിക്കെതിരെ ഒരു കേസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വിവാദവും തള്ളി കിച്ചു എത്തി. അപ്പോൾ വീണ പറയുന്നത് പലതും കള്ളമാണെന്നും വീണയും സുധിയും തമ്മിൽ എന്നും വഴക്കായിരുന്നു എന്നുമാണ് കിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കിച്ചു കഴിഞ്ഞ ദിവസം വന്നതിന് പിന്നാലെ ഇപ്പോൾ കിച്ചുവിന് മറുപടിയുമായി വീണ രംഗത്തെത്തിയിരിക്കുകയാണ്. കിച്ചു പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു, വഴക്കായിരുന്നു. പക്ഷേ വഴക്കിനൊരു കാരണമുണ്ട്. ഞാൻ അമൃതയിൽ ഷൂട്ടിന് പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോയാൽ വഴക്കുണ്ടാക്കുമോ ഇല്ലയോ? കിച്ചുവിനെയും കൊണ്ടാണ് പോയത് ശാലിയുടെ വീട്ടിൽ. ഇത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. കിച്ചു അന്നേ കുടുംബ വീട്ടിലായിരുന്നു. പിന്നീട് ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ഞാൻ അമൃതയിൽ പോയതാണെന്ന് ആവർത്തിച്ചു. ഇതിനു മുൻപ് ശാലിനിക്ക് പൈസ കൊടുത്തതിന്റെ പേരിൽ ഞാനും സുധിച്ചേട്ടനും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാലിനി ചോദിക്കുമ്പോൾ ബാങ്ക് പോയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ സ്ലിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സുധിച്ചേട്ടൻ കുടുംബ വീട്ടിൽ പോയി നിൽക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പച്ചക്കറിയും മീനും ഒക്കെ ആയി എന്റെ വീട്ടിലേക്ക് വരും. രേണുവിന്റെ പേരിൽ അവസാന നിമിഷമാണ് വഴക്കുണ്ടായത്. ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ നമ്മൾ വഴക്കിട്ടിട്ടുണ്ട്. എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിലേക്ക് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. സുധി എവിടെ പോയാലും ഒരു പെൺകുച്ചുണ്ടാകും. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ പുറത്താക്കി. വിവാഹ വാഗ്ദാനം നൽകിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോയിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ്. ആ സമയത്ത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ മാസമാണ് അറിയുന്നത്. സുധി അവരെ പിന്നീട് കൈയൊഴിഞ്ഞു. സുധിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായി പലരും ഇരിക്കുന്നുണ്ട്. ഞാൻ തടഞ്ഞു വെച്ചതാണ്. കിച്ചുവിന് ഒരു മോശം ഉണ്ടാകരുതെന്ന് കരുതി. അവനെക്കുറിച്ച് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. കിച്ചു ഒന്നും പറയാത്തത് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും. പറഞ്ഞാൽ ചിലപ്പോൾ അനിയനെയൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. എന്റെ മകനായിട്ടല്ലേ കിച്ചു രേണുവിന്റെ മകനായത്. ഞങ്ങൾ വഴക്ക് കൂടുന്നത് കിച്ചു കണ്ടിട്ടില്ല. സുധിച്ചേട്ടനുമായി വഴക്കുണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശാലിനിയുടെ അടക്കം പേര് പറഞ്ഞാണ് ഇത് നടന്നത്. ശാലിനിയെയും വിളിച്ച് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മകനെ കാണണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനും സുധിച്ചേട്ടനും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിന് സുധിച്ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മറ്റു പല സ്ത്രീകളുമായും സുധിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. മഴവിൽ മനോരമയിലേക്ക് പോയപ്പോൾ സുധിച്ചേട്ടന് വലിയ കയറ്റമായിരുന്നു. ആ സമയത്ത് സ്റ്റേജ് ഷോ ഒക്കെ നിർത്തി. പിന്നെ ഷോ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒരു തവണ ഇപ്പോൾ സിനിമ നടനായ ഒരാളുടെ വീട്ടിൽ ഞാനും സുധിയും കിച്ചുവും പോയി നിന്നിരുന്നു. അന്ന് ഒരു പെൺകുട്ടി സുധിക്ക് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ഞാൻ അവിടെ വെച്ച് വഴക്കായിട്ടുണ്ട്. കാമുകിമാരില്ലാത്ത ആൾ എന്തിനാണ് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത്? ഇയാളുടെ ഈ കഥകളൊന്നും അവരുടെ വീട്ടുകാർക്ക് അറിയില്ല. പല പെണ്ണുങ്ങൾക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പെട്ടു, നിങ്ങൾ പെട്ടുപോകരുതെന്ന്. രേണുവിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യമൊന്നും കരുതിയിരുന്നില്ല. കിച്ചുവിനും ഇതൊക്കെ അറിയാം. രേണു കിച്ചുവിനെയും വിളിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചു സുധിക്ക് ഫോൺ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കരുതിയത് വീട്ടിൽ നിന്ന് വിളിക്കുകയായിരിക്കുമെന്നാണ്. കിച്ചുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമെന്നാണ്. സുധിയുടെ മാനേജറായ കാസിം എന്ന ആൾക്ക് ഇതെല്ലാം അറിയാം. കിച്ചു തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാറി ഞാൻ കയ്യിൽ കൊടുക്കും എന്നാണ് വീണ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു വലിയൊരു വിവാദത്തിനാണ് വീണ തിരി കൊളുത്തിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് താജുദ്ദീൻ പത്തനംതിട്ടയും രേണുവിനെതിരെ, ഇപ്പോൾ വീണ കിച്ചുവിനെതിരെയാണെങ്കിൽ ഇപ്പോൾ രേണുവിനെതിരെ താജുദ്ദീൻ പത്തനംതിട്ടയും വലിയൊരു വിമർശനമായി വന്നിട്ടുണ്ട്. സുധിയുടെ സുഹൃത്തും കലാകാരനുമാണ് താജുദ്ദീൻ പത്തനംതിട്ട. എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അധികവും ഫേക്ക് ഐഡികളിൽ നിന്നാണ് എത്തുന്നതെന്നാണ് താജുദ്ദീൻ പറയുന്നത്. കുടുംബത്തെ അടക്കം വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് മോശം കമന്റുകൾ കണ്ടു. ഇതൊന്നും ഞാൻ വായിക്കാൻ പോകാറില്ലെങ്കിലും എന്നെ ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരും. എന്നാൽ നേരിട്ട് വിളിക്കുന്ന 100-ൽ അധികം ആളുകൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്നെ പറയുന്നത് ഞാൻ ആസ്വദിക്കും. പക്ഷേ എന്റെ കുടുംബത്തെയും മരണപ്പെട്ടു പോയ അച്ഛനെയും ഒക്കെ പറയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കാമെന്ന് വെച്ചത്. തെറിവിളികൾക്കപ്പുറം ഭീഷണിയിലേക്ക് കടന്നിട്ടില്ല. നെഗറ്റീവ് കമന്റ് അടിക്കുമ്പോൾ എന്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ തകർന്നു പോകും. അങ്ങനെ ഒരിക്കലും പോകില്ലെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്.
രേണുവും കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നെക്കുറിച്ച് ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രതിരോധിച്ചത്. രേഷ്മ പി തങ്കച്ചൻ, അതായത് രേണു സുധിയുടെ പിതാവ്, എന്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴച്ചു. അതിനു മുമ്പ് ഫിറോസ് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതായി പറഞ്ഞിരുന്നു. പക്ഷെ അത് വെച്ചു കൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയെന്നും താജുദ്ദീൻ പറയുന്നു. അതേസമയം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് താജുദ്ദീൻ ആരാ, എന്റെ തന്തയാണോ എന്ന് രേണുസുധി ചോദിക്കുന്നത് കേട്ടു. രേഷ്മ പി തങ്കച്ചന്റെ അച്ഛനാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല എന്നതാണ് അതിനുള്ള മറുപടി എന്നാണ് താജുദ്ദീൻ പറയുന്നത്. 1976 ഞാൻ ജനിച്ചത്, അതായത് 50 വയസ്സിന് താഴെ മാത്രമാണ് എന്റെ പ്രായം. രേഷ്മ പി തങ്കച്ചന്, അതായത് രേണുസുധിക്ക് 20ഓ 30ഓ അല്ലല്ലോ പ്രായം. അങ്ങനെയാണെങ്കിൽ അവർ തെളിവ് കാണിക്കട്ടെ. ഇനി രേഷ്മ പി തങ്കച്ചന് ബിഗ് ബോസിൽ കിട്ടിയെന്ന് കരുതുക. അവിടെ ലാലേട്ടൻ എന്തായാലും വഴക്ക് പറയും. അപ്പോൾ മോഹൻലാലിനെ പോലുള്ള ഒരാളുടെ തന്തയ്ക്ക് രേണുസുധി വിളിക്കുമോ? ആ വസ്തു ഫ്രീ ആയി കൊടുത്ത് ബിഷപ്പ് ആരാണ്, തന്റെ തന്തയാണോ എന്ന് ചോദിച്ചു. ഇതൊക്കെ എന്ത് മര്യാദയാണ്? രേഷ്മ പി തങ്കച്ചൻ കാണിക്കുന്ന ഈ പരിപാടി, അതായത് രേണു കാണിക്കുന്ന ഈ പരിപാടി ശരിയായ നടപടിയല്ല. നാളെ ഈ തങ്കച്ചന്റെ തന്തയ്ക്ക് രേഷ്മ വിളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രേണുസുധി എന്ന് വിളിക്കാതെ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഞാനാണ് എടുത്തു കൊടുത്തത്. അതിൽ മാതാവിന്റെ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നാണ്. രേണുസുധി എന്ന് ഗസ്റ്റ് വിജ്ഞാപനം വഴി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് വഴിയാണ് ജോലി നേടിയതെന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു. എന്നാൽ ഞാൻ 2005 PSC പരീക്ഷ എഴുതിയതിന്റെ അടക്കം രേഖകൾ അടക്കം എന്റെ കയ്യിലുണ്ട്. പരീക്ഷാ ഹാൾ ടിക്കറ്റ്, PSC അഡ്വൈസ് എന്നിവയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചു വന്നാൽ ഇതൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ള തെളിവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് പറയുന്നു. അധികവും ഫേക്ക് ഐഡികളിൽ നിന്നാണ്. കുടുംബത്തെ അടക്കം വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് മോശം കമന്റുകൾ കണ്ടു. ഇതൊന്നും ഞാൻ വായിക്കാൻ പോകാറില്ലെങ്കിലും എന്നെ ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരും. എന്നാൽ നേരിട്ട് വിളിക്കുന്ന 100-ലധികം ആളുകൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്നെ പറയുന്നത് ഞാൻ ആസ്വദിക്കും, പക്ഷേ എന്റെ കുടുംബത്തെയും മരണപ്പെട്ടു പോയ അച്ഛനെയും ഒക്കെ പറയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കാമെന്ന് വെച്ചത്. തെറിവിളികൾക്ക് അപ്പുറം ഭീഷണിയിലേക്ക് കടന്നിട്ടില്ല. നെഗറ്റീവ് കമന്റ് അടിക്കുമ്പോൾ എന്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ തകർന്നു പോകും. അങ്ങനെ ഒരിക്കലും പോകില്ലെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. രേണുവും കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നെക്കുറിച്ച് ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രതിരോധിച്ചത്. രേഷ്മ പി തങ്കച്ചന്റെ പിതാവ് എന്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴച്ചു. അതിനു മുമ്പ് ഫിറോസ് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതായി പറഞ്ഞു. പക്ഷെ അത് വെച്ചു കൊടുക്കുന്നില്ലെന്ന് വ്യക്തമായെന്നും താജുദ്ദീൻ പറയുന്നുണ്ട്.